ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെഫ് സെറമ്മ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഒരു സൗദി മട്ടൺ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മട്ടൺ ഷോർബ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റം തന്നെയാണ്. ഇത് പെരുന്നാളിനൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇത് മട്ടണിന് പകരം നിങ്ങൾക്ക് ചിക്കനോ ബീഫോ വെച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് മട്ടൺ ഷോർബ ഉണ്ടാക്കാനായിട്ട് 200 ഗ്രാം മട്ടനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മട്ടൻ തന്നെ എടുക്കുക. ഇനി ഇതേപോലെയുള്ളൊരു ചൂടുകട്ടിയുള്ള പാത്രത്തിലേക്ക് മട്ടൺ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 6 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ മട്ടൻ നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. ഈ മട്ടൻ സൂപ്പിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മട്ടൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സമയത്ത് ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കാം. ചെറിയൊരു പീസ് ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഞാനിതിപ്പോൾ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച് വന്നതിന് ശേഷം 1 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ സൂപ്പ് നന്നായിട്ട് കട്ടിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കുന്നത്. ഓട്സ് ഇട്ട് ഇതിന് പ്രത്യേക ടേസ്റ്റും വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ കൂടി ഇട്ട് കൊടുക്കുക. ഡ്രൈ ലെമൺ ഈ സമയത്ത് ചേർക്കുന്നതാണ് നല്ലത്. ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ നല്ലൊരു അറബിക് ടേസ്റ്റും കൂടി ഇതിന് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി എല്ലാവർക്കും സ്പൈസി അത്ര ഇഷ്ടമില്ലെങ്കിൽ 1 ടീസ്പൂൺ കുറച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പൈസി ആയിട്ടുള്ള സൂപ്പാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലാക്കി കുറുക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ മട്ടൺ ഷോർബ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഡ്രൈ ലെമൺ എടുത്ത് മാറ്റാം. ഇതിൽ തന്നെ കിടന്നാൽ ഇതിന് കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ അടിപൊളി മട്ടൺ ഷോർബ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സെർവ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് സെർവ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ചൂടോടെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ആക്കി കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ചൂടോടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.